നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. ഓഹരി വിപണിയിൽ ഒരു നല്ല പോർട്ട്ഫോളിയോ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റിസ്ക് എടുക്കാനുള്ള ശേഷിക്കും സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കും അനുസരിച്ച് വ്യത്യസ്ത ഓഹരികളിലും അസറ്റ് ക്ലാസുകളിലുമായി പണം നിക്ഷേപിക്കുക എന്നതാണ് അർത്ഥമാക്കുന്നത്. ഒരു മികച്ച പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്? നിങ്ങളുടെ ലക്ഷ്യവും റിസ്ക് ശേഷിയും നിർണ്ണയിക്കുക എന്നതാണ് ആദ്യ പടി. ഇതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കുറെ പൈസ ഉണ്ടാക്കണം, ലാഭം ഉണ്ടാക്കണം എന്നുള്ള ഉത്തരമല്ല, മറിച്ച് ഫൈനാൻഷ്യലി കൈവരിക്കേണ്ട എന്തെങ്കിലും ലക്ഷ്യങ്ങൾ നിങ്ങളുടെ നിക്ഷേപത്തിന് പിന്നിൽ സെറ്റ് ചെയ്യുക. അടുത്തത് കാലയളവ് നിശ്ചയിക്കുകയാണ്. ഹ്രസ്വകാലത്തേക്കാണോ, അതായത് 1 മുതൽ 3 വർഷത്തേക്കാണോ, ദീർഘകാലത്തേക്കാണോ, അതായത് 5 മുതൽ 10 വർഷത്തിലേക്കാണോ എന്ന് തീരുമാനിക്കുക. അത് കഴിഞ്ഞാൽ റിസ്കിനെ കുറിച്ച് ബോധവാന്മാരാവുക. അതായത് വിപണിയിലെ തകർച്ചയിൽ നിങ്ങളുടെ പണം കുറഞ്ഞാൽ അത് മാനസികമായി നിങ്ങളെ ബാധിക്കുന്നുണ്ടോ? അതിനനുസരിച്ച് റിസ്ക് കുറഞ്ഞ അല്ലെങ്കിൽ റിസ്ക് കൂടിയ ഓഹരികൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. അസറ്റ് അലോക്കേഷൻ ആണ് അടുത്ത പടി. എല്ലാ പണവും ഒരു ഓഹരിയിൽ തന്നെ ഇടാതെ വൈവിധ്യവൽക്കരിക്കുക. വളർച്ചയ്ക്ക് വേണ്ടി ഓഹരികൾ തിരഞ്ഞെടുക്കുക. സുരക്ഷയ്ക്ക് വേണ്ടി ഡെറ്റ് ഫണ്ടുകൾ അല്ലെങ്കിൽ ബോണ്ടുകൾ എന്നിവയും വിപണിയിലെ ചാഞ്ചാട്ടങ്ങളെ നേരിടാൻ ഹെഡ്ജിംഗ് പോലെ ഗോൾഡും പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തണം. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ ലിക്വിഡ് ക്യാഷ് മാറ്റിവെക്കാൻ മറക്കരുത്. വൈവിധ്യവൽക്കരണമാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. എല്ലാ മുട്ടകളും ഒരേ കുട്ടയിൽ വെക്കരുത് എന്നതാണ് അടിസ്ഥാന തത്വം. IT, ബാങ്കിംഗ്, ഫാർമ, FMCG, എനർജി എന്നിങ്ങനെ വിവിധ മേഖലകളിലെ കമ്പനികളിലായി നിക്ഷേപിക്കുക. ഒരു മേഖല തകർന്നാലും മറ്റൊന്ന് നിങ്ങളുടെ പോർട്ട്ഫോളിയോ സംരക്ഷിക്കും. വലിയ കമ്പനികൾ, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് എന്നിവയുടെ ഒരു മിശ്രിതം പോർട്ട്ഫോളിയോയിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഓഹരികൾ തിരഞ്ഞെടുക്കാൻ സമയമില്ലെങ്കിൽ പ്രൊഫഷണലുകൾ കൈകാര്യം ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകൾ വഴി നിക്ഷേപിക്കുന്നത് ഉചിതമാണ്. SIP വഴി നിക്ഷേപിക്കുന്നത് വിപണിയിലെ ചാഞ്ചാട്ടം കുറയ്ക്കാൻ സഹായിക്കും. പോർട്ട്ഫോളിയോ ബാലൻസിംഗ് നിർബന്ധമായും ചെയ്തിരിക്കണം. വർഷത്തിൽ ഒരിക്കൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ പരിശോധിക്കുക. ചില ഓഹരികൾക്ക് അമിതമായി വളരുകയോ ചിലത് വളരെ കുറയുകയോ ചെയ്തേക്കാം. ഇത്തരം സമയങ്ങളിൽ ലാഭം എടുത്ത് ആ പണം വീണ്ടും ശരിയായ അനുപാതത്തിൽ നിക്ഷേപിക്കുക. തുടക്കക്കാരനാണെങ്കിൽ നിഫ്റ്റി 50 പോലുള്ള ഇൻഡെക്സ് ഫണ്ടുകൾ നിക്ഷേപിക്കുന്നത് വളരെ എളുപ്പവും സുരക്ഷിതവുമാണ്. ഓഹരി വിപണിയിൽ സമ്പത്ത് വളരുന്നത് കോമ്പൗണ്ടിംഗ് വഴിയാണ്. അതിന് സമയമെടുക്കും. അതുകൊണ്ട് ക്ഷമയോടെ കാത്തിരിക്കുക. ഇടയ്ക്കിടെ ഓഹരികൾ വാങ്ങി വിൽക്കുന്നത് നിങ്ങളുടെ ലാഭത്തെ ബ്രോക്കറേജ് ചാർജുകളിലൂടെയും ടാക്സിലൂടെയും കുറയ്ക്കും. നിങ്ങൾ നിക്ഷേപം തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇവിടെ ഏറ്റവും പ്രധാനം പഠനവും അച്ചടക്കവും തന്നെയാണ്. വലിയ ലാഭത്തേക്കാൾ നഷ്ടം വരാതെ എങ്ങനെ തുടങ്ങാം എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ച് ചെറിയ ക്ലാസുകൾ കാണുക. ഒരൊറ്റ ദിവസം കൊണ്ട് വലിയ പണക്കാരനാകാൻ നോക്കാതിരിക്കുക. ഇതിനകം നിക്ഷേപമുള്ള വ്യക്തിയാണെങ്കിൽ ഇവിടെ പ്രധാനം നിരീക്ഷണം ഒപ്പം ഒപ്റ്റിമൈസേഷൻ ആണ്. നിങ്ങളുടെ പണം ശരിയായ രീതിയിലാണോ വളരുന്നതെന്ന് ഉറപ്പാക്കണം. പോർട്ട്ഫോളിയോ റിവ്യൂ ചെയ്യാൻ മറക്കരുത്. അതായത് പോർട്ട്ഫോളിയോയിൽ ഇപ്പോഴുള്ള കമ്പനികൾ അല്ലെങ്കിൽ ഫണ്ടുകൾ ഇപ്പോഴും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. മോശം പ്രകടനം നടത്തുന്നവയെ മാറ്റി മികച്ചവയിലേക്ക് പണം മാറ്റാം. വിപണി കൂടിയപ്പോൾ ഓഹരികളുടെ അനുപാതം നിങ്ങളുടെ തീരുമാനത്തെക്കാൾ കൂടിയിട്ടുണ്ടാകും. ഉദാഹരണത്തിന് 60% ഓഹരിയും 40% ഡെറ്റ് ഫണ്ടും വേണമെന്നായിരുന്നു ലക്ഷ്യമെങ്കിൽ ഓഹരികളുടെ വില കൂടി അത് 75% ആയിട്ടുണ്ടാകാം. ഇപ്പോൾ അധികമുള്ള 15% ഓഹരി വിറ്റ് ഡെറ്റ് ഫണ്ടിലേക്ക് മാറ്റാവുന്നതാണ്. ടാക്സ് പ്ലാനിംഗ് ആണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. നിങ്ങളുടെ ലാഭത്തിന് എത്ര ടാക്സ് നൽകേണ്ടി വരുന്നു എന്ന് നോക്കുക. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ലാഭിക്കാനായി നിക്ഷേപങ്ങൾ വിൽക്കുന്നതിൽ തന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കുക. മറ്റൊരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, ഒരുപാട് ഫണ്ടുകളോ ഓഹരികളോ വാങ്ങിക്കൂട്ടി പോർട്ട്ഫോളിയോ സങ്കീർണമാക്കരുത്. ഇത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നിക്ഷേപകരിൽ നിന്നും വ്യത്യസ്തമായി ട്രേഡർമാർ കുറഞ്ഞ സമയത്തിനുള്ളിൽ വിപണിയിലെ വില വ്യത്യാസങ്ങളിൽ നിന്ന് ലാഭം കൊയ്യാൻ ശ്രമിക്കുന്നവരാണ്. ട്രേഡിംഗിൽ ഒരു പോർട്ട്ഫോളിയോ നിർമ്മിക്കുമ്പോൾ ദീർഘകാല വളർച്ച എന്നതിനേക്കാൾ ലിക്വിഡിറ്റി, റിസ്ക് മാനേജ്മെന്റ് എന്നിവയ്ക്കാണ് മുൻഗണന നൽകേണ്ടത്. ഒരു ട്രേഡർക്ക് അനുയോജ്യമായ രീതികൾ ഇനി പറയുന്നവയാണ്. ട്രേഡിംഗ് ശൈലി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ എത്ര സമയം വിപണിയിൽ ചെലവഴിക്കുന്നു എന്നതിനനുസരിച്ച് സ്റ്റൈൽ മാറുന്നുണ്ട്. ഡേ ട്രേഡിംഗ് ആണെങ്കിൽ ആദായ രീതി മാറ്റം വരാം. ഇവിടെ ഓഹരികൾ വാങ്ങി അന്ന് തന്നെ വിൽക്കുന്നുണ്ട്, രാത്രിയിലേക്ക് റിസ്ക് കൊണ്ടുപോകുന്നില്ല. സ്വിംഗ് ട്രേഡിംഗ് ആണ് അടുത്തത്. ഇവിടെ കുറച്ച് ദിവസങ്ങളോ ആഴ്ചകളോ ഓഹരി കൈവശം വെക്കുന്നു. സ്കാൽപ്പിംഗ് ചെയ്യുന്നവരും ഉണ്ട്, അതായത് മിനിറ്റുകൾക്കുള്ളിൽ ചെറിയ ലാഭം എടുത്ത് നിരവധി ട്രേഡുകൾ ചെയ്യുന്നവർ. ട്രേഡിംഗ് പോർട്ട്ഫോളിയോയിൽ ട്രേഡർമാർക്ക് തങ്ങളുടെ പണം എങ്ങനെ വിഭജിക്കാം? കോർ ക്യാപിറ്റൽ, അതായത് ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രധാന തുക നിശ്ചയിക്കുക. റിസ്ക് പെർ ട്രേഡ് തീരുമാനിക്കുക. അതായത് ഒരു ട്രേഡിൽ നിങ്ങളുടെ മൊത്തം പണത്തിന്റെ 1% മുതൽ 2% വരെ മാത്രം നഷ്ടം വരാവുന്ന രീതിയിൽ തുക നിശ്ചയിക്കുക. ഉദാഹരണത്തിന് 1 ലക്ഷം രൂപയുണ്ടെങ്കിൽ ഒരു ട്രേഡിൽ 1000 മുതൽ 2000 കൂടുതൽ നഷ്ടം വരാൻ പാടില്ല എന്ന് നിശ്ചയിക്കുക. സെക്ടർ ഫോക്കസ് ആണ് അടുത്തത്. അന്ന് വിപണിയിൽ ഏറ്റവും കൂടുതൽ ചലനമുള്ള 2-3 മേഖലകൾ, ഉദാഹരണം IT, ബാങ്കിംഗ് പോലുള്ള മേഖലകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ചില ഗോൾഡൻ റൂൾസും കൂടെ പാലിക്കാവുന്നതാണ്. ഒരു ട്രേഡറെ വിജയത്തിലെത്തിക്കുന്നത് ചാർട്ടുകളെക്കാൾ ഉപരി അദ്ദേഹത്തിന്റെ അച്ചടക്കമാണ്. നഷ്ടം ഒരു പരിധിയിൽ കൂടുതൽ പോകാതിരിക്കാൻ സ്റ്റോപ്പ് ലോസ് നിർബന്ധമായും വെക്കുക. ഇത് ഫയർ അലാറം പോലെയാണ്.
അപകടം കണ്ടാൽ ഉടൻ നിങ്ങളെ പുറത്തെത്തിക്കും. റിസ്ക് റിവാർഡ് റേഷ്യോ ആണ് അടുത്തത്. കുറഞ്ഞത് 1:2 എങ്കിലും പാലിച്ച് മാത്രം ട്രേഡ് എടുക്കുക. അതായത് 10 രൂപ നഷ്ടം വരാൻ സാധ്യതയുള്ളപ്പോൾ 20 രൂപ ലാഭം കിട്ടുന്ന ട്രേഡുകൾ മാത്രം തിരഞ്ഞെടുക്കുക. ഒരു ട്രേഡറായി തുടങ്ങുന്നത് ഒരു ബിസിനസ് തുടങ്ങുന്നത് പോലെയാണ്. അതിന് കൃത്യമായ പ്ലാനിങ്ങും അച്ചടക്കവും ആവശ്യമാണ്. വെറുതെ ഓഹരികൾ വാങ്ങി വിൽക്കുന്നതിന് പകരം ഒരു പ്രൊഫഷണൽ ട്രേഡർ ആകാൻ ചില കാര്യങ്ങൾ കൂടി പിന്തുടരാം. ഒന്നാമത്തേത് അടിസ്ഥാന കാര്യങ്ങൾ പഠിക്കുക എന്നത് തന്നെയാണ്. ചാർട്ടുകൾ നോക്കുന്നതിന് മുൻപ് വിപണിയുടെ ഭാഷ മനസ്സിലാക്കണം. പ്രൈസ് ആക്ഷൻ ആണ് ഇതിലൊന്ന്. അതായത് വില എങ്ങനെ മാറുന്നു എന്ന് മനസ്സിലാക്കുക. കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ്, സപ്പോർട്ട്, റെസിസ്റ്റൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ മനസ്സിലാക്കാം. ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്, മൂവിംഗ് ആവറേജ്, MACD തുടങ്ങിയ ടൂളുകൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിക്കുക. വിപണി എപ്പോൾ സജീവമാകുന്നുവെന്നും എപ്പോൾ ട്രേഡിംഗ് ഒഴിവാക്കണമെന്നും അറിയുക. രണ്ടാമത്തെ കാര്യം ഒരു ട്രേഡിംഗ് പ്ലാൻ തയ്യാറാക്കുക എന്നതാണ്. ട്രേഡിംഗ് പ്ലാൻ ഇല്ലാതെ ട്രേഡ് ചെയ്യുന്നത് പണം കളയുന്നതിന് തുല്യമാണ്. നിങ്ങളുടെ പ്ലാനിൽ ഇവ ഉണ്ടാവണം. ഏത് തരം ട്രേഡിംഗ് ആണ്, സ്വിംഗ് ആണോ സ്കാൽപ്പിംഗ് ആണോ ചെയ്യുന്നതെന്ന് തീരുമാനിക്കുക. നിങ്ങളുടെ കയ്യിലുള്ള അധിക പണം മാത്രം ഉപയോഗിക്കുക. കടം വാങ്ങി ട്രേഡ് ചെയ്യരുത്. എപ്പോൾ വാങ്ങണം, എപ്പോൾ ലാഭമെടുത്ത് വിൽക്കണമെന്ന് മുൻകൂട്ടി തീരുമാനിക്കുക. പേപ്പർ ട്രേഡിംഗ് ചെയ്യുക എന്നതാണ് ബിഗിനർക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം. യഥാർത്ഥ പണം ഉപയോഗിക്കുന്നതിന് മുൻപ് 1-2 മാസം വെർച്വൽ ട്രേഡിംഗ് അല്ലെങ്കിൽ പേപ്പർ ട്രേഡിംഗ് ചെയ്യുക. നിങ്ങളുടെ സ്ട്രാറ്റജി ലാഭകരമാണോ എന്ന് പണമില്ലാതെ പരീക്ഷിക്കാൻ ഇത് സഹായിക്കും. പല ആപ്പുകളും, ഉദാഹരണം ട്രേഡിംഗ് വ്യൂ, സെൻസിബിൾ, ഇതൊക്കെ ഇതിനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട്. റിസ്ക് മാനേജ്മെന്റ് ആണ് ഏറ്റവും പ്രധാനം. വിപണിയിൽ നിലനിൽക്കാൻ ഇത് നിർബന്ധമാണ്. 1% റൂൾ പാലിക്കുക. ഒരു സിംഗിൾ ട്രേഡിൽ നിങ്ങളുടെ മൊത്തം മൂലധനത്തിന്റെ 1%-ൽ കൂടുതൽ നഷ്ടം വരാൻ അനുവദിക്കരുത്. ഒരു ട്രേഡിംഗ് ജേർണൽ സൂക്ഷിക്കുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ട്രേഡും ഒരു ബുക്കിലോ എക്സൽ ഷീറ്റിലോ രേഖപ്പെടുത്തുക. എന്തുകൊണ്ട് ഈ ട്രേഡ് എടുത്തു, എവിടെ തെറ്റി അല്ലെങ്കിൽ എവിടെ ശരിയായി, ആ സമയത്ത് നിങ്ങളുടെ മാനസികാവസ്ഥ എങ്ങനെ ഉണ്ടാകുന്നു, ഇതൊക്കെ രേഖപ്പെടുത്താവുന്നതാണ്. പേഷ്യൻസ്, പ്രാക്ടീസ്, സൈക്കോളജി എന്നിവയും മറക്കരുത്. പേഷ്യൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ ദിവസവും ട്രേഡ് ചെയ്യണമെന്നില്ല. നല്ല അവസരത്തിനായി കാത്തിരിക്കുക. ചാർട്ടുകൾ ദിവസവും നിരീക്ഷിക്കുക. ഇത് പ്രാക്ടീസ് ആക്കുക. ലാഭത്തിൽ അമിതമായി ആഹ്ലാദിക്കാതെയും നഷ്ടത്തിൽ തളരാതെയും ഇരിക്കാൻ ശീലിക്കുക. ഈ സൈക്കോളജി എപ്പോഴും മറക്കരുത്. ഒരു പ്രോ ടിപ്പ് കൂടെ നൽകാം. തുടക്കത്തിൽ ഓപ്ഷൻസ് അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് പോലുള്ള സങ്കീർണമായ മേഖലകളിലേക്ക് ചാടരുത്. ആദ്യം സാധാരണ ഓഹരികൾ ട്രേഡ് ചെയ്ത് പഠിക്കുക. നിങ്ങൾ എത്ര പണം സമ്പാദിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനം ആ പണം എത്രത്തോളം സുരക്ഷിതമായി നിലനിർത്തുന്നു എന്നതിലാണ് ഒരു പോർട്ട്ഫോളിയോയുടെ വിജയം.